എടാ നീ ഇങ്ങനെ എത്ര നാളെന്ന് പറഞ്ഞോടാ അച്ചി വീട്ടിൽ താമസിക്കണത്? നീ ഒരു വീട് വാങ്ങടാ. അളിയ അതെന്തോ സംസാരം അളിയാ. എടാ ഇവന്റെ പരിചയത്തിലെ ആർക്കും കണ്ട വീടും പറമ്പും കണ്ട കൊടുക്കാണ്ടെന്ന്. ആരെങ്കിലും അത് വാങ്ങിച്ചില്ലെങ്കിൽ ഇവൻ മൃഗപാലന ഡോക്ടറിന് അത് കൊടുക്കും, അത് പ്രശ്നമാവും. അയാൾ സ്ഥലം മാറി പോകുന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണ് ഞാൻ കഴിയണം. എടാ വിടാ അങ്ങോട്ട്. ആണ്ടാ എന്നാലും അളിയ അങ്ങനെ സംസാരിക്കണ്ടായിരുന്നു. എങ്ങനെയാടാ? ഞാൻ അച്ചി വീട്ടിൽ വന്ന് പെറ്റി കിടക്കാണെന്ന് പറഞ്ഞില്ലേ? പെറ്റി കിടക്കാന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു പാട്ടിലൊരു വേറൊരു പാട്ടിലൊരു ഓവർടേക്ക് ഇങ്ങനെ വന്നേച്ചാ നമ്മുടെ സൈക്കിൾ ജസ്റ്റ് ഒരസി എന്ന് പറഞ്ഞാൽ പോയി. അച്ഛ ഒരു നിമിഷം എന്റെ ജീവിതം മുഴുവൻ എന്റെ കണ്ണു മുക്കട നിന്നെ ഓടിപ്പോയച്ച. അപ്പൊ തന്നെ ഞാൻ ഒരു തീരുമാനം എടുത്തു, പല തീരുമാനം. ഞാനും ഞാൻ മറ്റേ ഇന്റർവ്യൂവിന് വന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു, അത് ക്യാൻസൽ. ഏത് നിമിഷം മരിച്ചു പോകുമ്പോ നമ്മൾ എന്തിനാ പണിക്ക് പോകുന്നേ? അച്ഛൻ ഒന്ന് സ്ട്രോങ് ആയിട്ട് നിന്ന് നമുക്ക് എല്ലാവരും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ പറ്റും. കുടക്കഴി കൊണ്ടുവരാൻ ഇവിടെ മഴയൊന്നുമില്ല. ഡേയ് ഞാനിപ്പോ അതിന് പറ്റിയൊരു മൂഡിലൊന്നും അല്ല. മൂഡില്ലെങ്കിൽ ഉണ്ടാക്കണോ അച്ഛാ? എന്റെ ഒരു റിക്വസ്റ്റ് ആണ് അച്ഛാ. അത് ശരിയാവൂലേ? എടേ ഞാൻ ലളിതയുടെ അടുത്ത് സംസാരിക്കാൻ പോയാൽ അത് പിന്നെ വടക്കാവും. അവസാനം ആശ പോകേണ്ടി വരുന്നത് ഒരു മരണം വീട്ടിൽ നിന്നായിരിക്കും. ആരെ മരണം? എന്റെ മരണം. എടാ അവളെന്നെ തലക്കടിച്ച് കൊല്ലൂടാ. അച്ഛൻ ധൈര്യമായിട്ടിരിക്കണം. അച്ഛനെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കൂല. ഞാൻ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, സമയത്തെത്തി. ഇങ്ങോട്ട് മാറളിയ, ഇവിടെ മിക്കവാറും ശരിക്കും അടിച്ചാൻ ബോധം കെടുത്തു. അയ്യോ അടിച്ചു ബോധം കെടുത്താൻ ഇങ്ങോട്ട് വാ. എന്താടി ഞാൻ ഒന്ന് ശബ്ദം ഉയർത്തി സംസാരിച്ചപ്പോ ബോധം കെട്ട് വീണോളടി നീ. അത് കേട്ടപ്പോ പെട്ടെന്ന് ചിരി വന്നടി. ആണോ? എന്നാ എല്ലാരും കൂടി ഇരുന്ന് ചിരിച്ചോ. എല്ലാരും കണക്ക് തന്നെ ദൈവമേ. ഞാനും പോണ പറ്റി ഗുഡ് ബൈ. ആ വരാന്തല ഹാളിൽ വെച്ച് നമുക്ക് വല്ലപ്പോഴും കാണാം കേട്ടാ. എനിക്ക് കാണാനൊന്നും വേണ്ട. ഇവൻ കുത്തിത്തിരിച്ചാണെന്ന് മനസ്സിലായില്ലേ? ഇനി മിണ്ടിക്കൂടെ? എന്ത് തിരിച്ചാണെന്ന് മനസ്സിലായാലോ അപ്പോഴാണ് അച്ഛന്റെ തനി കൊണ എനിക്ക് മനസ്സിലായത്. ഞാൻ വിടത്തില്ല. ഓ എനിക്കും മനസ്സിലായി നിന്റെ സ്വഭാവം. ഓ അത് ശരി. ഇത്രയും നാളായിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെ സ്വഭാവം ഉള്ളതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായല്ല. ചേട്ടൻ എന്തേട്ടാ എത്ര തണ്ണം? അവര് പിണങ്ങിയിരിക്കട്ടെ. എടാ മിണ്ടായിരുന്നോ? ഇല്ല ഞാൻ ഇപ്പൊ കടിച്ച് കയറും. പിന്നെ കടിച്ചു കയറാൻ ഞാനെന്തോ അച്ചാറിന്റെ പാക്കറ്റോ? അളിയനെ കൊണ്ട് വലിയ ശല്യമല്ല അളിയ. എടാ ഞാൻ ഇവിടെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ. നിനക്ക് എന്താ ശല്യം? അതല്ല പറഞ്ഞത്. അളി ഇവിടെ ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്ന പറഞ്ഞാൽ ഞാനും എന്റെ ഭാര്യയും തമ്മിൽ ഇവിടെ എന്നും അടിയാണ്, അതറിയാമോ? ഞാൻ ഇവിടെ മനുഷ്യൻ നാളത്തെ സൂര്യോദയം കാണാൻ പറ്റുമോ ഇല്ലെന്ന് അറിഞ്ഞൂടാതെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ്. അത് ശരി. ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അളിയൻ സൺറൈസ് കാണാൻ പോണാ? എവിടെയല്ലേ കന്യാകുമാരി തന്നെ? ഈ വിരലിൽ എന്നാ പറ്റിയേ? അവളെ കെട്ടിയാൻ തല്ലി പിടിച്ചാണോ? അല്ലല്ല, ഇത് ചുറ്റിക്ക് അടിയുണ്ടത്. ഓ അപ്പൊ അവളായിരിക്കും മുറിവ് വെച്ചിട്ട് തന്നു വിട്ടെ. പിന്നെ അവളെ വീട്ടിൽ വെച്ചിട്ട് ചുറ്റിക്ക് അടി കൊള്ളുമ്പോഴത്തേക്ക് വേറെ അപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലും വരുമോ? കുറച്ച് ചൂടുവെള്ളം ഉണ്ടായി തരും. ചൂടുവെള്ളം? കണ്ണായിയുടെ വീട്ടിലെ ഗ്യാസ് തീർന്നു, അതുകൊണ്ടാണ്. സത്യം പറ, നിങ്ങൾ മനഃപൂർവ്വം ചുറ്റി വെച്ച് കൈക്കിട്ട് അടിച്ചതല്ലേ? അതൊന്നും ഭ്രാന്താ. ആരെങ്കിലും സ്വന്തം കൈക്ക് ചുറ്റി കൊണ്ടടിക്കൂ? അല്ല അവളുടെ ശുശ്രൂഷ കിട്ടാൻ വേണ്ടിട്ട്. നീ ചുമ്മാ ഇരുന്നാണ്. ഞാൻ അവളുടെ പുറകെ നടന്ന് പറഞ്ഞു എന്നെ ശുശ്രൂഷിക്കല്ലേ എന്ന്. നിനക്കറിയാമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും കാലമായി നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? നമുക്ക് 4 മക്കളില്ലേ? അയ്യോ ആര് മരിച്ചത്? അവന്റെ 5ാം ക്ലാസ്സിലെ PT സാറ് പൊന്നപ്പൻ. അങ്ങേർക്ക് അവനെ വലിയ കാര്യമായിരുന്നടാ. PT സാർ അല്ലേ? അവന് ഇഷ്ടമുള്ള ഒരേ ഒരു സാറ് PT സാർ ആയിരിക്കുമല്ലോ. അത് തന്നെ. അല്ല ഇംഗ്ലീഷ് സാറാ കണക്ക് സാറാ അങ്ങനെ ആയിരുന്നെങ്കിൽ അവന് ഇത്ര സങ്കടം വരൂലായിരുന്നു. സത്യം, ആ ഏരിയയിലോട്ട് പോകൂലായിരുന്നു. ഇത്ര ഉള്ളിയാ മനുഷ്യന്റെ കാര്യങ്ങള്. നിന്ന് നിപ്പിലല്ലേ? ഇല്ലടാ, അയാൾ കുറച്ച് നാൾ കിടപ്പിലായിരുന്നു. അത്രയ്ക്ക് ബന്ധമായിരുന്നു ഞാൻ പൊന്നപ്പ സാറും തമ്മിൽ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്.
എടാ ഇപ്പൊ മരണത്തിന് മുമ്പിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് പറ്റൂല. ഇതിങ്ങനെ പിടിച്ചോട് നടക്കുന്നത് ദോഷമാണെന്നാണ് അപ്പൂപ്പൻ പറഞ്ഞത്. അച്ഛൻ അങ്ങനെ പലതും പറയും. ഇതിനകത്ത് അച്ഛന്റെ ചിതാവസ്ഥമായിരുന്നു, അച്ഛൻ അങ്ങനെ പറയുമായിരുന്നോ? അച്ഛന്റെ ചിതാവസ്ഥ ഇതിനകത്തുണ്ടെങ്കിൽ പിന്നെ അച്ഛന് വല്ലതും പറയാൻ പറ്റും. എനിക്കൊരു 100 രൂപ വേണം. എടേ നിന്റെ അമ്മ എവിടെ ഇല്ല, അവളെ ചേച്ചിയുടെ വീട്ടിൽ പോയി നാളെ വരുള്ളൂ. അയ്യോ എന്തൊരു ഉത്സാഹം, പെട്ടെന്ന് അതങ്ങ് പറഞ്ഞ് തീർത്തല്ലേ. അവിടെ നീ അമ്മയെ കാണണോ നിർബന്ധം പറഞ്ഞാ പിന്നെ എനിക്ക് എന്തോന്ന് ചെയ്യാൻ പറ്റൂടെ? നീ ഇതെവിടെ പോണത്? എടാ പയ്യെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ? എങ്ങനെ അടങ്ങിയിരിക്കും വെച്ചാ? എങ്ങനെയാണ് അടങ്ങിയിരിക്കേണ്ടത്? ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. Yeah, blue jeans, Air Ones and a white tee. 06 hanging out the window like E. High feet on one off a bottle. പോരാഞ്ഞിട്ട് പഴയ പോണ കൊച്ചു പിള്ളേരുടെ തലക്കിട്ട് വരെ കൊട്ടുകൊടുത്തെന്നാ എല്ലാരും പറഞ്ഞത്. ഇപ്പൊ എന്തായി? മരത്തിന്റെ മുടി ധ്യാനിക്കുകയാണെന്ന്. മിക്കവാറും ഞാൻ റോഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഏതെങ്കിലും പാണ്ടി ലോറി ഒന്ന് എന്നെ ഇടിച്ചിട്ട് അറിയാത്ത പോലെ അങ്ങ് പോകും. എന്റെ പൊന്നുത്തമ്മ ഒന്നും മിണ്ടാതിരിക്കടാൻ പറ്റുന്ന വർത്താനം പറയാതെ. ഹേയ് സത്യം പറഞ്ഞാൽ നീ ചെറിയൊരു പണി അർഹിക്കുന്നുണ്ട് കേട്ടാ. അച്ഛൻ ആരും വന്ന് ഇടിച്ചൊന്നുമില്ലല്ല, പിന്നെ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണത്? അയ്യടാ എനിക്ക് ഇടികൊള്ളാതിരുന്നതേ എനിക്ക് ഓടി ശീലമുള്ളത് കൊണ്ടാ, അല്ലെങ്കിൽ കാണാറുണ്ട് ഇപ്പം. പോലീസാരാ നിന്നെ ഞാൻ പൊക്കിക്കോളാം കേട്ടാ. അച്ഛ എനിക്ക് ഫോൺ വാങ്ങിച്ചു തന്നില്ല. കണക്കായി നിനക്ക് അങ്ങനെ തന്നെ വേണം. അച്ഛാ അമ്മ ഇത്രയും നാൾ ഞാനൊരു വിഡ്ഢിയായിരുന്നു അമ്മ. അത് എനിക്ക് അറിയാടാ, ഈ വീട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അത്. എടാ നിന്റെ അടുത്തല്ലടാ ഇറങ്ങി പോകാൻ പറഞ്ഞേ. അങ്ങനെ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ? ചേട്ടത്തി കൂടെ ഒരു കാര്യമുണ്ട്, എപ്പൊ തിരിച്ചുവിടാം. ബാ. എന്തോടാ? അതൊരു പടക്കത്തിന് തിരികൊടുത്താനാ. പടക്കോ? നീ എന്തിനാ ഇപ്പൊ പടക്കം പൊട്ടിക്കുന്നേ? അതെ, കശത്ത് വെച്ച് പടക്കം പൊട്ടിച്ചാലേ എങ്ങനെ ഇരിക്കും എന്നുള്ളത് എനിക്ക് പണ്ടുതൊട്ടേ ഉള്ളൊരു കൗതുക, അതൊന്ന് നോക്കാനാ. ദൈവമേ ഇനിയുള്ള കാലം അടികൂടാതെ ജീവിക്കാനുള്ള എല്ലാ ഭാഗ്യങ്ങളും തരണേ ഭഗവാനേ. ദൈവമേ ഒരു പണിക്കും പോവാതെ ഒരുപാട് പൈസ കിട്ടാനുള്ള സെറ്റപ്പ് ഒപ്പിച്ച് തരണേ. എൻ്റെ അച്ഛനാണെ അവിടെ കല്ലി തുള്ളി നിപ്പുണ്ട്. എന്തിന്? എൻ്റെ അമ്മ അങ്ങേരുടെ പണപ്പെട്ടിയില്ലേ, അത് ഇന്ന് രാവിലെ തൊട്ട് നോക്കിയിട്ട് തുറക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ലോക്കിൻ്റെ അകത്ത് ആരാണ്ട് എന്തോ കുത്തി തിരികെ വെച്ചിരിക്കുന്നു. സുമേഷ് തന്നെയാണ് അങ്ങേര് പറയുന്നത്. കുഞ്ഞുണ്ണിക്ക് അങ്ങനെ സംശയം വന്നിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ ആയിരിക്കും. ഓ അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ സുമേഷിനെ സപ്പോർട്ട് ചെയ്യണ്ടേ? അമ്മയുടെ കൊച്ചുമോനല്ലേ അവന്. എത്ര സപ്പോർട്ട് ചെയ്താലും ചില പിള്ളേർ അവരുടെ തള്ളമാരുടെ സ്വഭാവം കാണിക്കും. പിന്നെ എന്നാ ശരി ശരി ഡീൽ എല്ലാം സമ്മതിച്ചു. മൊട്ടോപ്സും എല്ലാം നീ പറഞ്ഞൊക്കെ വാങ്ങിച്ചു തരാം. എന്നാ ഞാൻ പറയാം. പറ. ചിറ്റപ്പന്റെ ലാപ്ടോപ്പ് കഥ ഉള്ളതാണോ എന്ന് അറിയാൻ ഇവിടെ ഒരു ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ അമ്മ കേട്ടല്ലേ? 3 ഷട്ടിൽ ബാറ്റും 3 ചിക്കൻ റോളും ഒരു കോർക്കും. അല്ല കോക്കിന്റെ ആരും നീ നേരത്തെ പറഞ്ഞില്ലല്ലേ? പിന്നെ ബാഡ്മിന്റൺ എന്തിന് അടക്കൊണ്ട് കളിക്കുവോ? ഞാൻ പാന്റ് ഇടാൻ തീരുമാനിച്ചു. മാളുവിന്റെ കല്യാണത്തിന് പോകുമ്പോഴേ പാന്റ് ഇടാൻ തീരുമാനിച്ചു. ഓഹോ അങ്ങനെ. അതിനിപ്പോ ഞാൻ എന്താ വേണം? ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നേ ഉള്ളടേ. മോനെ കണ്ണ അച്ഛൻ കല്യാണത്തിന് പോകുമ്പോഴേ മുണ്ടെടുക്കണോ പാന്റ് ഇടണോ? എടാ സുമേ എടാ ഒരു പ്രശ്നം ഉണ്ടടാ. That's none of a business, go away. എടാ ഞാൻ പറയുന്നൊന്ന് കേക്കടാ ദുഷ്ടാ നീ ആദ്യം. പറഞ്ഞോ. പക്ഷേ ഈ ചെവി കൂടെ കെട്ടിട്ട് താണ്ടെ ഈ ചെവി കൂടെ എടുത്ത് ഞാനും കളയും. അപ്പൊ ഞാൻ അപ്പുറത്തെ ചെവിയുടെ ചെവിക്കല്ല് അടിച്ചു പൊളിക്കും. അച്ഛമ്മേ പപ്പു അപ്പൂപ്പനെ എങ്ങനെയാ ലൈൻ അടിച്ചത് അച്ഛമ്മ പറയോ, ഡീറ്റെയിൽ ആയിട്ട് പറയോ? അവൻ എനിക്കൊരു കത്ത് തന്നു, ഞാൻ അപ്പോൾ തന്നെ മറുപടിയും കൊടുത്തു. അപ്പം തന്നെ മറുപടി കൊടുത്തോ? സാധാരണ പെൺപിള്ളേർ പറയുന്ന പോലെ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം, അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ ആലോചിക്കുന്നത് അവൻ ഇങ്ങോട്ടൊരു കത്ത് തരാനായിട്ട് ഞാൻ കാത്തിരിക്കുമായിരുന്നു. ഒരാഴ്ചയുടെ കഴിഞ്ഞെങ്കിൽ അങ്ങോട്ട് കത്ത് കൊടുത്തേനെ. എടാ ഒന്നുമില്ല, ഞാൻ നിന്റെ പെറ്റ തള്ളയല്ലേടാ. അതെന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. എന്റെ പെറ്റ തള്ളയായിട്ടും എനിക്ക് സുപ്രിയ തിരിച്ചിട്ട് അമ്മ എന്ത് സന്തോഷിക്കാത്തത്? എന്റെ വായിരിക്കുന്ന കേക്കരുത് കേട്ടോ സുമേഷ്.
സന്തോഷിക്കാൻ കണ്ട ഒരു സമയം. എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട്, ശരിയാക്കി തരാം ഞാൻ. എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട്. എന്താ നിനക്കത്? എന്റെ അടുത്ത് വെറുതെ ദേഷ്യപ്പെടാൻ വരില്ലേ? ചേട്ടാ ഈ വീട്ടിലൊരു സന്തോഷ വാർത്ത ആരും പറയാൻ പറ്റത്തില്ലേ? അച്ഛമ്മ എനിക്ക് സുപ്രിയ തിരിച്ചിട്ടിയമ്മ. അത് ഞങ്ങളെന്താ വേണം? നിനക്ക് എങ്ങനെയെങ്കിലും ലാപ്ടോപ്പ് വാങ്ങിച്ചു തരാൻ പോരെ? എടി ഇതല്ല മാക്രി പിള്ളേർ വന്നിരിക്കുന്നു, ഞാൻ എന്തോന്ന് ചോദിക്കട്ടെ. പിന്നെ റീചാർജ് ചെയ്യാൻ മറക്കല്ലേ? ശരി ശരി. എടാ നോക്കുന്നേ കണ്ണുള്ളോണ്ട്. അതല്ലേ പൊട്ടനായിരുന്നു ഞാൻ, പാട്ടുപാടാനറിയാതെ ആട്ടമാടാനറി. അല്ലെങ്കിൽ ചേച്ചിക്ക് ഇച്ചിരി മടി കൂടുതലാ. ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പോലും മടിയാന്ന് വെച്ചാ അയ്യേ മോശം മോശം. എടി കൊച്ചേ മിണ്ടായിരിക്കടിയോടാ. അതല്ല എനിക്കറിയേണ്ടത്. രണ്ടാമത്തെ തവണ മുത്തശ്ശി അച്ഛമ്മയുടെ കഴുത്തിടിച്ചപ്പോ എന്തായിരുന്നു അച്ഛമ്മയുടെ എക്സ്പീരിയൻസ്? നല്ല മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നുടാ മോനെ. ചുമ്മാ ചോദിച്ചത് അച്ഛമ്മ. ചേട്ടൻ അറിയുന്ന ആ വേനയൊക്കെ ഞാൻ ഇടക്കിടക്ക് ചേട്ടന്റെ കഴുത്ത് പിടിച്ച് നിൽക്കാറുണ്ടല്ലോ. ആകെ പെട്ടി കിടത്തി. ഇനി ഞാൻ നോക്കിട്ട് ഒറ്റ ഐഡിയ ഉള്ളൂ. ഈ ചിതാഭസ്മം ഒരു കത്തിന്റെ കവറിനകത്ത് തട്ടിയിടാം. എന്നിട്ട് ഹരിദ്വാരൻ ഗംഗയുടെ തീരത്ത് താമസിക്കുന്ന ആരുടെയും അഡ്രസ്സിൽ അയച്ചു കൊടുക്കാം. എന്നിട്ട് കത്ത് പൊട്ടിക്കുമ്പോൾ എന്തായാലും കാറ്റത്ത് ചിതാഭസ്മം പറന്നു പോയി ഗംഗയിൽ വീഴും. പിന്നെ കുറച്ച് കയ്യിലും മുഖത്തൊക്കെ പറ്റി പിടിച്ചിരിക്കുമല്ലോ, അത് കഴിവ് അവരെന്തായാലും ഗംഗയിൽ പോവുകയും ചെയ്യും. അപ്പൊ മൊത്ത സാധനം ഗംഗ തന്നെ കലങ്ങിയില്ലേ? I'm a Nirukali drunk, now an alkali drunk. I'm a Nittukali, അടിച്ചു പൂസ് മലയാളി.